എന്നാലും അവൾ ഇത്ര മണ്ടിയായി പോയല്ലോ അമ്മേ. അവള് ഭൂലോക മണ്ടിയാ നന്ദു. പഠിക്കാൻ വരെ വളരെ മോശമായിരുന്നു. ഈ രാജു ബോഡി ഗാർഡായി കൂടിയത് മുതലാ ഇവള് ബുദ്ധിമതിയായത്. രാജു കൂടെ ഇല്ലെങ്കിലേ ഇവള് വെറും വിഡ്ഢിയാ. അവളോട് അവനോടൊക്കെ പൊരുതി നിൽക്കണമെങ്കിലേ അമ്മയെ പോലൊരു സ്ത്രീയെ കൊണ്ടേ പറ്റൂ. എന്നിട്ടും 1000 വട്ടം അമ്മ അവളുടെ മുമ്പിൽ തോറ്റിട്ടുണ്ട്. എടാ, അത് ഒരു മത്സരമാണെങ്കിൽ തോറ്റു എന്നൊക്കെ വരും അല്ലേ നന്ദനെ? പിന്നെ യുദ്ധം നടക്കുമ്പോ വലിയ രാജ്യങ്ങൾ തോറ്റിട്ടില്ലേ? ഇതിപ്പോഴേ എന്റെ തന്ത്രം കൊണ്ട് ചെറിയ വല്ല കാര്യമാണോ നേടിയെടുത്തത്? ഈ സ്വത്ത് മുഴുവൻ എന്റെ കയ്യിലായില്ലേ? എന്റെ കയ്യിലോ? അതെന്ത് വർത്തമാനം? ഇവര് നമ്പർ 1 വിഡ്ഢിയ. ഇതെല്ലാം ഇപ്പൊ എന്റെ പേരിലല്ലേ? സ്വത്തുക്കള് കൈക്കലാക്കിയത് മാത്രമല്ലല്ലോ, ആ രാജുവിനെ ഞാൻ ഓടിച്ചു വിട്ടില്ലേ? അല്ല, അവരിനി ഇയാളോട് അടുക്കുമോ അമ്മേ? എവിടുന്ന്? എടാ, ഈ രാജുവും വേണുവും ഒക്കെ വലിയ അഭിമാനികളാ. അവരെ നാണം കെടുത്തിയല്ലേ ഞാനിപ്പോ വിട്ടിരിക്കുന്നേ. അത് മനഃപൂർവ്വം ഞാൻ ചെയ്തതാ. ഇനി ഈ ജന്മത്ത് അവരിങ്ങോട്ട് വരില്ല. അവളുടെ ജീവിതം തകർന്നു പോയില്ലേ അമ്മേ? അവള് കൊണ്ട് തകർത്തേനെ നമ്മളെന്ത് ചെയ്യാനാ? മര്യാദക്ക് ഞാൻ പറഞ്ഞതല്ലേ നിന്നെ കല്യാണം കഴിച്ച് മാനവും മര്യാദയായിട്ട് ഇവിടെ ജീവിക്കാൻ. നിന്റെ കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് ഒരു വീട്ടമ്മയായി മര്യാദക്ക് ഇവിടെ ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? അല്ല, അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഈ നന്ദുവിന് എനിക്ക് ഭാര്യയായിട്ട് കിട്ടുമായിരുന്നോ? അതും ശരിയാണല്ലോ. ഇതെല്ലാമേ ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ചല്ലേ നടക്കൂ. ഞാൻ ഈ സ്വത്തെല്ലാം അടിച്ചെടുക്കാൻ പെട്ട പാടൊക്കെ ദൈവത്തിന് മാത്രമേ അറിയൂ. ദൈവം എന്നെ അനുഗ്രഹിച്ചു. രാജു ഇവളെ ഉപേക്ഷിച്ചു പോയി. ദരിദ്രവാസികളായ ആ കൺട്രികളെ കൊണ്ടുള്ള ശല്യവും തീർന്നു. അല്ല, ഇനി എന്താ അമ്മയുടെ അടുത്ത പരിപാടി? ഇനി അവളെ ഇവിടെ നിന്നും പുറത്താക്കണം. പ്രതാപൻ ഇപ്പോഴും രാഷ്ട്രീയ നേതാവാ. അവനെ നാണം കെടുത്തി ഒരു മൂലക്കിരുത്തണം. എന്നിട്ട് എല്ലാവരുടെയും മുന്നില് എനിക്കൊന്ന് വാഴണം. അംബിക വർമ്മ എന്ന മഹാറാണിയായി. നിന്നെയൊക്കെ ഞാൻ എന്റെ വേലക്കാരാക്കി നിർത്തും. ഇവൻ വാതിൽക്കൽ കുന്തവും പിടിച്ചു നിൽക്കുന്ന ഭടൻ. ഇവരെന്റെ ദാസി, ഞാൻ മഹാറാണി, ഈ നന്ദന.